ആ പിണറായിക്ക് വേണ്ടിയല്ല ഞാൻ വോട്ട് ചോദിച്ചത്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി വോട്ട് ചോദിച്ച് 8 വർഷക്കാലം ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും പിണക്കിയവനാ ഞാൻ. ഈ ജനങ്ങൾക്ക് വേണ്ടിയാ. അവസാനം നോക്കുമ്പോ കള്ളനും പോലീസും കൊള്ളക്കാരും എല്ലാം ഒരു സ്ഥലത്താണ്. ഒരു രക്ഷയില്ല. എല്ലാം അഴിമതി. പണമുണ്ടാക്കുന്നതിനുള്ള വേദികൾ, വേലകൾ ഉണ്ടാക്കുക. ഇപ്പതാ ബ്രൂവറി ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ അതിനെക്കാട്ട് സൂചിപ്പിച്ച് ഞാൻ ചുരുക്കുകയാണ്. ചില കാര്യം തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് നിലമ്പൂരിലെ ജനങ്ങളോട് പറയാനുള്ളത് കൊണ്ട് മാത്രം പറയാണ്. ദയവായി അധിക പ്രസംഗമാണ് എന്ന് ധരിക്കരുത്. ആ ബ്രൂവറി ഇന്നലെ ഞങ്ങൾ അവിടെ പോയതാണ്. ഇന്നലെ രാജേഷിന്റെ മന്ത്രിയുടെ പ്രസ്താവന കണ്ടു. പ്രതിപക്ഷത്തിന് 17-ാം തീയതി അങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ്. നിങ്ങളത് പോയി നോക്കണം. കേരളത്തിൽ മരുഭൂമി പോലെ കിടക്കുന്ന പ്രദേശം പാലക്കാട് ജില്ലന്റെ കിഴക്കൻ അതിർത്തികളാ തമിഴ്നാടുമായി ബന്ധപ്പെട്ട്. ഇവിടെ നമുക്ക് 6 മാസം കിട്ടുമ്പോൾ 2 മാസം മഴ കിട്ടാത്ത സ്ഥലം കേരളത്തിൽ. ഒരു തുള്ളി വെള്ളമില്ല. എന്നിട്ട് ഈ ഒയാസിസിന് വേണ്ടി മാത്രം ഒരു ബ്രൂവറി. ഏത് അഴിമതികൾ ഉന്നയിച്ചാലും ചിരിച്ചു തള്ളു അല്ലേ? ഇന്നലെ മന്ത്രി നിൽക്കാതെ ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി അതിലേറെ വലിയ ചിരിയാണ്. അപ്പൊ നമ്മുടെ വിഷയം ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കണം. എനിക്ക് തലക്ക് വെളിവില്ലായിട്ട് രാജിവെച്ചാൽ ഇവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മുഴുവൻ നമ്മളിവിടെ സ്റ്റാറ്റസ് കോ നിലനിർത്തി. യു ഡി എഫ് നിലനിർത്തി, LDF നിലനിർത്തി. വോട്ടിൽ വലിയ മാറ്റം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ UDF ഉണ്ടായി എന്നൊരു വസ്തുതയാണ്. അത് പോരാ. LDF അനുകൂലമായി വോട്ട് ചെയ്ത നിലമ്പൂരിലെ ജനങ്ങളോട് ഈ തോന്നിവാസം, ഈ അഴിമതി, ഈ ഗുണ്ടായിസം തുറന്നു പറയാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയാ ഞാൻ രാജിവെച്ചത്. ഇവിടെ വരാനിരിക്കുന്ന 26-ലെ തെരഞ്ഞെടുപ്പിന്റെ ആരംഭത്തിന്റെ പിണറായിസത്തിന്റെ ശവപ്പെട്ടിയുടെ അവസാനത്തെ ആണിക്കല്ല ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് മാറും. നിങ്ങൾ എഴുതി വെച്ചോ. 13-ാം തീയതി ഞാൻ രാജിവെക്കുമ്പോൾ തിരുവനന്തപുരത്ത് പത്രക്കാരോട് പറഞ്ഞത് 30,000 വോട്ടിൽ കുറയാത്ത വോട്ടിന് ഇവിടെ ഇടതുപക്ഷത്തെ തറപറ്റിക്കുമെന്നാണ്. അത് തറപറ്റിച്ചിരിക്കും. അതിന് പിന്നിലും മുന്നിലും നിൽക്കേണ്ടവരാണ് നിങ്ങൾ. ജനങ്ങൾക്കിതറിയാം. ജനങ്ങൾ വിളിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, അൻവറാക്കാൻ നിങ്ങൾ മുന്നോട്ട് പോയിക്കോ, ഞങ്ങൾ ഒപ്പമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പുറത്തേക്ക് വരാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് പുറത്തേക്ക് വരാൻ കഴിയാത്തത്? കണ്ണുരുട്ടും ഇവർ, റേഷൻ കാർഡ് വെട്ടും ഇവർ, ലൈഫ് പദ്ധതിയെ ലിസ്റ്റിൽ നിന്ന് ഇല്ലാതാക്കും ഇവർ, കുട്ടികളുടെ പഠനം തടസ്സപ്പെടുത്തും, കൊടുത്ത ലോണിന് ജപ്തി നോട്ടീസ് കൊടുക്കും. നാടാകെ ജപ്തിയില്ല. കേരള ബാങ്ക് കൊള്ളയടിക്കാനുണ്ടാക്കിയ ഒരു ബാങ്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ ജില്ലാ ബാങ്കൊക്കെ ആയ സമയത്ത് നമ്മളൊക്കെ ഇടപെടുന്നു. ഇസ്മായിലൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. മൂത്തേടം ഒന്നാല് ഇസ്മായിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഈ നേതാക്കന്മാരൊക്കെ അതിൽ ഇടപെട്ട് അതിലെന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്താൽ സാധുവിനെ രക്ഷിക്കുമായിരുന്നു. ഇന്ന് ഈ ജില്ലയിൽ, സംസ്ഥാനത്തെ മുഴുവൻ ബാങ്കുകളെയും ഒരുമിച്ചാക്കി അതിനൊരു കൊള്ള സംഘമാക്കി മാറ്റി. 254ഓളം ആളുകൾ ജപ്തി ഭീഷണിയിൽ മരണപ്പെട്ട സംസ്ഥാനം. ഈ പണമൊക്കെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? എങ്ങോട്ടാണ് അടിച്ചു മാറ്റുന്നത്? ഈ ബ്രൂവറിയുടെ പിന്നിലുള്ള കോടികളുടെ അഴിമതി കേരളത്തിലെ ജനം ചർച്ച ചെയ്യണ്ടേ? വിറ്റ് തീർക്കുകയാണ്. ഒരു ഭാഗവും ബാക്കിയില്ല. കത്തുന്ന പരക്ക് ഊരുന്ന കഴുക്കോല് ലാഭമെന്ന് പഴയ ആളുകൾ പറയുന്നത് അത് തന്നെയാണ്. സംസ്ഥാനം തൊട്ട് ബ്രാഞ്ച് വരെ അഴിമതിയാണ്. കൈക്കൂലി കൊടുക്കാതെ ഓഫീസിൽ, സർക്കാർ ഓഫീസിൽ നിങ്ങൾക്കൊരു നികുതി അടച്ചിട്ടുണ്ടോ? കിട്ടും. 10 പ്രാവശ്യം പോണം ഒരു നികുതി. വലിയ വർത്താനം മുഖ്യമന്ത്രി പറയുന്നുണ്ടല്ലോ. എന്ത് നീതിയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ ഗവൺമെന്റ് നൽകിയിട്ടുള്ളത്? എന്ത് നീതിയാണ്? ഒരു സർക്കാർ ഓഫീസിലും ജനങ്ങൾക്ക് കയറി ഇറങ്ങാൻ വഴിയാ. അധികാരത്തിന്റെ ഉദ്യോഗസ്ഥ ഭരണം. സഖാക്ക് പാർട്ടി ഓഫീസിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കയറാൻ പറ്റില്ല എന്ന് ഞാൻ അന്ന് പറഞ്ഞതാണ്. പോലീസ് സ്റ്റേഷൻ മാത്രമല്ല, പഞ്ചായത്ത് ഓഫീസിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ അനുഭവിക്കുന്ന പ്രയാസം, ഉദ്യോഗസ്ഥന്മാരുടെ ധിക്കാരം, അഹങ്കാരം. ഇതിനെതിരെയാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. ഈ ജനങ്ങളെ വിശ്വസിച്ചിട്ടാണ് കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് ഈ പറയുന്ന 30,000-ൽ കുറയാത്ത വോട്ടിന് ഈ നിലമ്പൂരിൽ പിണറായിസത്തിന്റെ അവസാനത്തെ ആണിയടിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ഉദ്ഘാടന ജാഥയായി ഈ ജാഥ മാറണം.
അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇനി ഒരു നിമിഷം ആലോചിക്കാനില്ല. തെരഞ്ഞെടുപ്പ് വരാതിരിക്കാനുള്ള ചില ശ്രമങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിയെങ്കിലും ഇന്നലെ അത് പരാജയപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ രീതിയിലാണ് പോകുന്നതെങ്കിൽ കോടതിയെ നമ്മൾ സമീപിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് ഇറങ്ങണം. ഈ ഇരിക്കുന്നവർ 10 വോട്ട് പിടിച്ചാൽ 30,000 വോട്ട് ഉണ്ടാക്കാൻ, ഭൂരിപക്ഷം ഉണ്ടാക്കാൻ ജനം ഇവിടെ തന്നെയുണ്ട്. ഇത് ഈ നാടിന്റെ വികാരമാണ്. നിലമ്പൂരിന്റെ മാത്രമല്ല, കേരളത്തിന്റെ വികാരമാണ്. മലയോര കർഷകരുടെ വികാരമാണ്. ഇവിടെ നാടാകെ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ മദ്യമൊഴുക്കുകയാണ്. മയക്കുമരുന്ന് കച്ചവടക്കാരാണ്.